ഫസ്റ്റ് ഓഫ് ഓൾ സ്മൈൽ എന്ന് പറയുന്ന ഇൻഡിവിജ്വലി എല്ലാവരുടെയും ഡിഫറെൻ്റ് ആണ്. ചിലർ കുറേ നന്നായിട്ട് പല്ലൊക്കെ കാണിച്ച് അടിപൊളിയായിട്ട് സ്മൈൽ ചെയ്യും, ചിലർ ഭയങ്കരമായിട്ട് ലാഫ് ചെയ്യും എന്നെ പോലെ. പിന്നെ ചിലരൊക്കെ പറഞ്ഞാൽ ഒന്ന് ഒതുക്കി പിടിച്ച് ഓക്കെ ഇത്രേ ചിരിക്കാൻ പാടുള്ളൂ. അത് ഓരോരുത്തരുടെ ഡിപ്പെൻഡ്സ് ഓഫ് കോൺഫിഡൻസ് ലെവലാണ്. ഇപ്പോൾ എൻ്റേതെന്ന് പറയുമ്പോൾ എനിക്കത് കൂടുതലും എന്ത് കാര്യമാണെങ്കിലും ഞാൻ ശരിക്കും പറയാലോ വെരി ഓപ്പൺലി. എല്ലാവരും പറയും കുറേ സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് വരുമ്പോൾ നമ്മൾ ഒരുപാട് കിടന്ന് കരയുമെന്ന്. പക്ഷെ പേഴ്സണലി ഞാൻ അങ്ങനെ അധികം കരയാറുള്ള ആളല്ല. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ അയ്യോ അത് ഓർത്ത് അങ്ങനെ ഇങ്ങനെ കരയും. പക്ഷെ ടു ബി ഫ്രാങ്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്, നമുക്ക് എന്താണെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ബ്രേക്കപ്പ് ആയിക്കോട്ടെ, അതിപ്പോൾ ഫെയിലിയർ ആയിക്കോട്ടെ, അത് നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അച്ഛനും അമ്മയും വഴക്കിട്ട് നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങളും ഡിപ്രഷനും ഒക്കെ ആയിക്കോട്ടെ, ടു ബി ഫ്രാങ്ക് നമ്മൾ അതിലെല്ലാം സങ്കടപ്പെട്ട് നമ്മളുടെ ആ ഒരു ടൈം ആ ഒരു ഡേ കളയുന്നതിലും നല്ലത് ഇൻഡിവിജ്വലി ബി ഹാപ്പി ഓൾവേസ് എന്ന് വെച്ചാൽ സ്പ്രെഡ് പോസിറ്റിവിറ്റി. നമ്മളെ കൊണ്ട് പറ്റുന്നത്, നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നോ നമുക്ക് അറിയില്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഒരു ചെറിയ പുഞ്ചിരി ആണെങ്കിലും ആ ഒരു സ്മൈൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കിയിരിക്കുമ്പോൾ ജസ്റ്റ് അവർക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ പേടിച്ചിട്ടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചിരിച്ചിട്ട് ചോറ് തരാമെന്ന് ചോദിച്ചാൽ അവർ കൂളയച്ച് ചോറ് തരും. അത് നമ്മുടെ കോൺഫിഡൻസ്. അപ്പം ബി ഓൾവേസ് സ്മൈൽ ആൻഡ് ഒത്തിരി പൊട്ടിച്ചിരിക്കണമെന്നല്ല പറയുന്നത്, പക്ഷെ നിങ്ങളുടെ ലെവലിലുള്ള ഒരു കോൺഫിഡൻസ് സ്മൈൽ നിങ്ങൾ എപ്പോഴും കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ കരച്ചിലും പ്രശ്നങ്ങളും എല്ലാം മാറും. സോ ദാറ്റ് ഈസ് മൈ കോൺഫിഡൻസ് ലെവൽ ഓഫ് സ്മൈൽ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മൊമെന്റിലും സ്മൈൽ ചെയ്യുക. ഇപ്പൊ എനിക്ക് കിട്ടിയ ഈ മൊമെന്റിൽ ഞാൻ ചിരിക്കുകയാണ്, അതെന്റെ അവസ്ഥ കൊണ്ടാണ്.